Hello students, ഏവർക്കും ജയൻസ് എക്സൽ കോളേജിൻ്റെ ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മളെല്ലാം കണ്ടതാണ്. അന്ന് നമ്മൾ ഫിസിക്സ് എന്താണെന്നും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ പാർട്ട് 1 ചാപ്റ്റേഴ്സ് ജസ്റ്റ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് എന്ന് പറയുന്ന ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. അതിലെ മെയിൻ കാര്യങ്ങൾ അതിലപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, 4 ഫോഴ്സുകൾ, അതിലെ സ്ട്രെങ്തും അതിൻ്റെ റേഞ്ചും കാര്യങ്ങൾ പറഞ്ഞു. അതൊന്ന് നോക്കണം. പിന്നെ സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും ആ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു തന്നിട്ടുണ്ട്, നോട്ടായിട്ട് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അതിൽ കുറേ കോളം വൈസും ടേബിളുകളും കൊടുത്തിട്ടുണ്ട്. കുറേ സയൻറ്റിസ്റ്റുകളുടെ പേരും അവരുടെ മേജർ ഫൈൻഡിങ്സും അവർ ഏതൊക്കെ രാജ്യക്കാരാണെന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. ആ ചാപ്റ്ററിൻ്റെ ആകെ ഉള്ള ഒരു വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് മിക്കവാറും ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സുമായി കണക്ട് ചെയ്ത് തന്നൊരു ഏരിയക്കകത്തു നിന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്റർ ഉണ്ട്. അത് അഭിനന്ദ് സാർ എടുത്തോളും. മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു 80% കാര്യങ്ങളും നിങ്ങൾ 8th 9th ക്ലാസ്സുകളിൽ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുള്ളവയാണ്. അതിനെ പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കുറച്ചും കൂടെ സബ്ജക്റ്റിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്ന 8 ടോപ്പിക്കുകളാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. അപ്പം നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ ഒരു മെയിൻ ബ്രാഞ്ചായ മെക്കാനിക്സിൽ വരുന്ന ഏരിയ ആണ്. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് എന്ന് പറഞ്ഞ ഫസ്റ്റിൽ തന്ന ക്ലാസ്സിനകത്ത് പറഞ്ഞു, ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് പണ്ടുണ്ടായിരുന്നതിനകത്തുള്ള മെയിൻ 2 ടോപ്പിക്കുകൾ, ഒന്ന് മെക്കാനിക്സും 2 ഒപ്റ്റിക്സുമാണ്. അപ്പോൾ അതിൽ മെക്കാനിക്സ് ഏരിയയിലാണ് ഈ ചാപ്റ്റർ വരുന്നത്. എന്തായിരുന്നു മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് മോഷൻ. മെറ്റീരിയൽ ഓബ്ജക്റ്റുകളുടെ മോഷനെ കുറിച്ച് പഠിക്കുന്ന, ആ മോഷന് കാരണമായിട്ടുള്ള കോസുകൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ. ഫിസിക്സിനകത്തുള്ള ഒരു മെയിൻ ബ്രാഞ്ച്. ആ മെക്കാനിക്സിനെ നമുക്ക് 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം: സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ബ്രാഞ്ച് സ്റ്റാറ്റിക്സ്. ഞാനൊരു ചെറിയൊരു വുഡൻ ബ്ലോക്കിനെ എടുത്തു. ഒരു ആവറേജ് മാസ് ഉള്ള ഒരു വുഡൻ ബ്ലോക്കിനെ എടുത്തു. ഇതിലോട്ട് ഒരു സ്മോൾ എമൗണ്ട് ഫോഴ്സ് എഫ് ഞാൻ ഇതിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? ഇതിന്റെ വെയിറ്റിനെക്കാളും ലെസർ ആയിട്ടുള്ള ഒരു സ്മോൾ എമൗണ്ട് ഫോഴ്സ് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സിന് ഈ വുഡൻ ബ്ലോക്കിന് മുകളിൽ ഒരു ഇഫക്റ്റും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പൊസിഷന് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് സഫിഷ്യന്റ് അല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഓബ്ജക്റ്റിന്റെ പൊസിഷന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിന്റെ പൊസിഷന് മാറ്റം സംഭവിക്കാത്ത റെസ്റ്റിലിരിക്കുന്ന കേസുകളെ കുറിച്ച് പഠിക്കുന്ന, അത്തരം അതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആണ് സ്റ്റാറ്റിക്സ്. Statics is the branch of mechanics which deals with the study of rust. റസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന മെക്കാനിക്സിന്റെ ബ്രാഞ്ചാണ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ ഡൈനാമിക്സ്. ഡൈനാമിക്സ് പറയുമ്പോൾ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഇതേ വുഡൻ ബ്ലോക്ക്, അതിന്റെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഫോഴ്സ് ഞാൻ ഇതിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? ഇതിന്റെ പൊസിഷൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പുറത്തോട്ടെങ്ങാനും മാറും. ഇത് ഈ വുഡൻ ബ്ലോക്ക് ഇവിടെ നിന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിന്റെ പൊസിഷൻ ചേഞ്ച് സംഭവിച്ചു, ഇത് മൂവ് ചെയ്തു, ഇത് മോഷനിലായി. അപ്പം ഇത്തരം സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആണ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which deals with the moving objects with considering the cause of motion.
മൂവിങ് ഒബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ്, മെക്കാനിക്സിന്റെ ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾസോ കൺസിഡേർഡ് ദ കോസ് വിച്ച് പ്രൊഡ്യൂസസ് ദ മോഷൻ. ആ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ആവാനുണ്ടായ കാരണം എന്താണോ ആ കാരണത്തെക്കുറിച്ചും എലോങ് വിത്ത് ദ മോഷനെ കുറിച്ചും പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആണ് ഡൈനാമിക്സ്. ഇനി തേർഡ് ബ്രാഞ്ച് കൈനമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ, കൈനമാറ്റിക്സിന്റെ പ്രത്യേകത, കൈനമാറ്റിക്സും മോഷനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ എന്താണ്? വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. അവിടെ കൈനമാറ്റിക്സിനകത്ത് നിങ്ങൾ ആ ബോഡി മൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുന്നില്ല, പകരം ആ മോഷനെ കുറിച്ച് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കൈനമാറ്റിക്സിനകത്ത് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ മോഷനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിന് കാരണം എന്തൊക്കെയാണോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അതൊക്കെ നെക്സ്റ്റ് മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചോളും. ഓക്കെ, അപ്പൊ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് വിച്ച് പ്രൊഡ്യൂസസ് ദ മോഷൻ. ഓക്കെ, അപ്പൊ മെക്കാനിക്സ് എന്താണെന്നും മെക്കാനിക്സിന്റെ 3 സബ് ഡിവിഷനുകളും ക്ലിയർ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് പോവേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വുഡൻ ബ്ലോക്കിനെ തന്നെ എടുക്കാം. ഇപ്പൊ ഈ ബോർഡിനെ നിങ്ങൾ ഒരു ടേബിളിന്റെ സർഫസ് ആണെന്ന് അസ്യൂം ചെയ്തോ. ഇതൊരു ടേബിളിന്റെ സർഫസ് ആണ്. ആ ടേബിളിന്റെ സർഫസിൽ ഈ വുഡൻ ബ്ലോക്ക് ഇരിക്കുകയാണ്. ഓക്കെ, ആ വുഡൻ ബ്ലോക്ക് ഇരിക്കുന്നു. നിങ്ങൾ ഇപ്പം അറ്റ് പ്രസന്റ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ വുഡൻ ബ്ലോക്കിനെ ഒബ്സർവ് ചെയ്തു. ഇതിന്റെ പൊസിഷൻ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ കുറച്ചൊന്ന് പോയിട്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട്, കുറച്ച് സമയം ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റോ 2 മിനിറ്റ്സോ അല്ലെങ്കിൽ 5 മിനിറ്റ്സോ എത്ര സമയമായാലും, എത്ര സമയം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തിരിച്ചു വരുന്നു, ഈ സെയിം ഓബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്തു. അതിന്റെ പൊസിഷന് ചേഞ്ചും ഇല്ല, അത് സെയിം പൊസിഷനിൽ തന്നെ ഒക്യുപ്പൈ ചെയ്യുകയാണ്. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ബ്ലോക്ക് ഇപ്പോൾ റെസ്റ്റിലാണെന്ന് പറയാം. അപ്പൊ എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ a body is said to be in a state of rest if the position of the body does not changes with respect to the surroundings in the course of time. ടൈമിന്റെ കോഴ്സിനകത്ത്, അതായത് നമ്മൾ എത്ര ടൈം കൺസിഡർ ചെയ്താലും ആ ടൈമിനകത്ത് സറൗണ്ടിങ്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഒരു ബോഡിയുടെ പൊസിഷന് ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ ആ ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് എന്ന് പറയാം. അപ്പം എ ബോഡി ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ദ സറൗണ്ടിങ്സ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? നമുക്ക് തേർഡ് പോയിന്റിലോട്ട് കടക്കാം. സ്റ്റേറ്റ് ഓഫ് മോഷൻ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ ഈ ഒരു വുഡൻ ബ്ലോക്ക്, ഇതൊരു ടേബിളിന്റെ സർഫസ് ആണ്. ഈ വുഡൻ ബ്ലോക്കിന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് പോയി, ഇതാണ് അതിന്റെ പൊസിഷൻ. ഞാൻ ഇവിടെ ഈ വുഡൻ ബ്ലോക്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു സ്മോൾ എമൗണ്ട് ഫോഴ്സ്, ഇതിനെ ജസ്റ്റ് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സ്മോൾ എമൗണ്ട് ഫോഴ്സ് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിലോട്ട് ഒരു സ്മോൾ എമൗണ്ട് ഫോഴ്സ് കിട്ടത്തക്ക രീതിയിൽ, എക്സ്റ്റേണൽ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെത്തേഡ്, എന്തെങ്കിലും ഒരു ഒരു എക്യുപ്മെന്റോ ഡിവൈസോ എന്തെങ്കിലും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്കൻഡിൽ വന്ന് ഈ വുഡൻ ബ്ലോക്കിനെ നോക്കി, അതിന്റെ പൊസിഷൻ ഇവിടെയാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്തു, നിങ്ങൾ പോയി. ഒരു ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയങ്ങൾക്ക് ശേഷം നിങ്ങൾ വന്നപ്പോൾ ഈ വുഡൻ ബ്ലോക്കിന്റെ പൊസിഷൻ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. After a small time, the position of the block shifts from this position to this position. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇവിടെ ഈ ബ്ലോക്ക് മൂവ് ചെയ്തു എന്ന് പറയും. എന്തുകൊണ്ട്? സറൗണ്ടിങ്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഇതിന്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടായി. അപ്പം നമുക്ക് എങ്ങനെ ഒരു മോഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി changes with respect to the surroundings in the course of time. Okay, if the position of the body changes with respect to the surroundings in the course of time, then the body is said to be in motion.
അങ്ങനെയാണെങ്കിൽ ആ ബോഡി മോഷനിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി അവിടെ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു, ഇതിലേക്ക് ഒരു എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഓബ്ജക്റ്റ്, ഈ വുഡൻ ബ്ലോക്ക് ഇവിടെ ഈ ടേബിളിൻ്റെ സർഫസിൽ റെസ്റ്റിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒബ്സർവർ ഇപ്പോൾ മൂണിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർ എർത്തിലിരിക്കുന്ന ഈ ടേബിളിൽ സർഫസിലിരിക്കുന്ന ഈ വുഡൻ ബ്ലോക്കിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് അനുസരിച്ച് പറഞ്ഞാൽ ഈ വുഡൻ ബ്ലോക്ക് റെസ്റ്റിലാണോ മോഷനിലാണോ? മൂണിലിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഒബ്സർവർ എർത്തിൽ ഈ ടേബിളിന്റെ സർഫസിലിരിക്കുന്ന ഈ വുഡൻ ബ്ലോക്കിനെ ഒബ്സർവ് ചെയ്താൽ ആ വ്യക്തിക്ക് അനുസരിച്ച് പറഞ്ഞാൽ ഈ വുഡൻ ബ്ലോക്ക് റെസ്റ്റിലാണോ മോഷനിലാണോ? എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ടും ആ വ്യക്തി പറയും ഈ വുഡൻ ബ്ലോക്ക് മോഷനിലാണെന്ന് പറയും. എന്തുകൊണ്ട്? കാര്യം എർത്തിന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇല്ല. എർത്ത് ഇപ്പോഴും അതിൻ്റെ സ്വന്തം ആക്സിസിലും അതുപോലെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂണിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ വുഡൻ ബ്ലോക്കിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ വുഡൻ ബ്ലോക്ക് അവിടെ മോഷനിലാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ഒന്ന് പറയാം. നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. നിങ്ങളൊരു ബസ്സിൻ്റെ ഇപ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡ് സീറ്റിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് തൊട്ട് ഇപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു വ്യക്തിയും ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോത്തങ്കോട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്തു. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് സീറ്റിൽ ഇരിക്കുന്നു, മറ്റേ വ്യക്തിയും സെയിം ജേണി തന്നെയാണ് അയാൾ നടത്തുന്നത്, അയാൾക്കും ട്രിവാൻഡ്രത്തേക്കാണ് പോവേണ്ടത്. നിങ്ങളെപ്പോൾ നോക്കിയാലും അയാൾ എന്താണ്, നിങ്ങൾ റൈറ്റ് സൈഡിൽ സെയിം പൊസിഷൻ ഒക്കുപൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു വ്യക്തി എന്താണ്? അയാൾ എപ്പോഴും റെസ്റ്റിലാണെന്നേ നിങ്ങൾ പറയൂ. കാര്യം സറൗണ്ടിങ്സിന് അനുസരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ മറ്റേ വ്യക്തിയുടെ, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വ്യക്തിയുടെ പൊസിഷന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറയും ആ വ്യക്തി റെസ്റ്റിലാണെന്ന് പറയും. ഇനി നിങ്ങൾ രണ്ടുമല്ലാത്ത ഒരു തേർഡ് പേഴ്സൺ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയാണ്. മൂന്നാമതൊരു വ്യക്തി ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ബസ്സിനകത്തിരിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും ഒബ്സർവ് ചെയ്താൽ ആ വ്യക്തി എന്ത് പറയും? നിങ്ങൾ രണ്ടുപേരും മോഷനിലാണെന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ്? ഒരേ വ്യക്തി തന്നെ ഒരു ഒബ്സർവർക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അയാൾ പറയുന്നു ആ വ്യക്തി റെസ്റ്റിലാണെന്ന് പറയുന്നു. ഇതിന് പുറത്ത് നിൽക്കുന്ന മറ്റൊരു ഒബ്സർവർ നോക്കുമ്പോൾ അയാൾക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ വ്യക്തി മോഷനിലാണെന്നും പറയുന്നു. അപ്പൊ ഈ രണ്ട് എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് റെസ്റ്റും മോഷനും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അബ്സല്യൂട്ട് റെസ്റ്റ്, അബ്സല്യൂട്ട് മോഷൻ എന്ന് നമുക്കൊരു കൺസെപ്റ്റ് എടുക്കാൻ പറ്റില്ല. ഒബ്സർവർ മാറുന്നതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യുന്ന ബോഡി റെസ്റ്റിലേക്കും ആകാം, റെസ്റ്റിലിരിക്കുന്ന ബോഡി മോഷനിലോട്ടും വരാം. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺക്ലൂഡിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഷൻ ഈസ് ഓൾവേസ് റിലേറ്റീവ്. മോഷൻ എല്ലായ്പ്പോഴും റിലേറ്റീവ് ആണ്. അതൊരു ഒബ്സർവർക്ക് വിത്ത് റെസ്പെക്റ്റു ആയിട്ട്, സറൗണ്ടിങ്സിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ട് മാത്രമേ നമുക്ക് മോഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അബ്സല്യൂട്ട് റെസ്റ്റും അബ്സല്യൂട്ട് മോഷനും ഇല്ല, റിലേറ്റീവ് റെസ്റ്റും റിലേറ്റീവ് മോഷനും മാത്രമേ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. ഇനി നമ്മൾ ഇത് രണ്ടായത് ഈ മോഷനും റെസ്റ്റും റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. അത് റിലേറ്റീവായിട്ട് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നെക്സ്റ്റ് ടോപ്പിക്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ടാണ് നമ്മൾ മിക്കവാറുമുള്ള സിറ്റുവേഷനിലും ഈ റെസ്റ്റ് മോഷനും ഡിഫൈൻ ചെയ്യുന്നത്. റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഏതൊരു കാര്യം എടുത്താലും അത് നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ട് മാത്രമേ പറയാൻ സാധിക്കൂ. എന്താണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ? Frame of reference is a coordinate system used to represent the position of an object. ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോഓർഡിനേറ്റ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നിങ്ങൾ എന്താണ് 10th പഠിച്ചിട്ടുണ്ട് മാത്സിനകത്ത്. ഫ്രെയിം ഓഫ് റെഫറൻസ് അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റംസ്, XYZ സിസ്റ്റം, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകൾ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ഈ ഡയറക്ഷനിൽ കിട്ടും. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇസഡ് ആക്സിസിനെ ഇങ്ങനെ കാണിക്കുന്നു.
അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഓർഡിനേറ്റ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോയിന്റ് ഓബ്ജക്റ്റ്? നമ്മളൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ ഈ ഡെറിവേഷനകത്ത് പലയിടത്തും ആവശ്യമുള്ള, നമ്മൾ മിക്കവാറും ഡെറിവേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും പറയുന്നതാണ് കൺസിഡർ എ പോയിന്റ് ഓബ്ജക്റ്റ്, കൺസിഡർ എ പാർട്ടിക്കിൾ എന്നല്ല. എന്താണ് ഒരു പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കൊരു ഓബ്ജക്റ്റിനെ പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ് ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓബ്ജക്റ്റ്. ഒരു ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിന്റെ സൈസ് വളരെ നെഗ്ലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഓബ്ജക്റ്റിനെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. എൻ്റെ കൈവശം ഒരു ബോഡി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബസ് ആണെന്ന് വെച്ചോ. ആ ബസ്സിന്റെ ലെങ്ത് ഒരു 100 മീറ്റേഴ്സ് ഉണ്ട്. 100 മീറ്റർ ലെങ്ത് ഉള്ള ബസ്സാണ്. ഇതിപ്പോ ഒരു 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ഒന്ന് ട്രാവൽ ചെയ്തു. അതിന്റെ പൊസിഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് അസ്യൂം ചെയ്തോ. ഈ രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ മീൻസ് 1000 മീറ്റർ. ഓക്കെ, അപ്പൊ ആ ബസ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ആ ബസ്സിന് ഓൾറെഡി 100 മീറ്റർ ലെങ്ത് ഉണ്ട്. അതിന്റെ എൻഡിങ് പോയിന്റ്, ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ എന്ന് വിളിക്കാം, എൻഡിങ് പോയിന്റിനെ ബി എന്ന് വിളിക്കാം. എൻഡിങ് പോയിന്റ് ഇതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻഡിങ് പോയിന്റ് ഇവിടെയാണ്, ബി ആണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എത്തി നിൽക്കുന്ന ഓബ്ജക്ട്, ബിയിൽ ആ ബസ്സിന്റെ ഫ്രണ്ട് പോർഷൻ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത് ടോട്ടലി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ നമുക്ക് 1000 മീറ്റർ എന്ന് പറയാൻ പറ്റില്ല. 1000 മീറ്ററിൽ നിന്നും ഒരു 100 മീറ്റർ മൈനസ് ചെയ്തിട്ട് ഒരു 900 മീറ്റർ മാത്രമേ ഇത് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 900 മീറ്റർ. ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് 900 മീറ്റർ മാത്രമേ ഇൻ ഇഫക്റ്റിൽ ഇത് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വാല്യൂ നിങ്ങൾ നോക്കുമ്പം ഇത് കമ്പയറബിൾ ലെങ്തുകളാണ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഈ ബസ്സിനെ ഒരിക്കലും ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു ബോഡിയുടെ സൈസും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും കമ്പയറബിൾ റേഞ്ച് ആണ് എങ്കിൽ നമുക്ക് ഒരിക്കലും ആ ബോഡിയെ പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതേസമയം ഈ ബസ് ഇപ്പം ഒരു 100 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. 100 കിലോമീറ്റേഴ്സ് ആവുമ്പം മീറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 lakh മീറ്റേഴ്സ്. 1 lakh മീറ്റേഴ്സ് ഈ ബസ് ട്രാവൽ ചെയ്യുകയാണ്, 100 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് ഇവിടെ പറഞ്ഞാൽ ഈ ബസ് ട്രാവൽ ചെയ്ത ഇൻ ആക്ച്വൽ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 99,900 എന്ന് വരും. ഓക്കെ, 99,900 മീറ്റർ ആണ് ഇൻ ഇഫക്റ്റിൽ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇത്രയും മീറ്റർ ഇത് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതും ഈ രണ്ട് വാല്യൂകളും കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നെഗ്ലിജിബിളി സ്മോൾ വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് വിചാരിക്കും. ഇതിന് ലെങ്ത് ഇല്ല, ഇതൊരു പോയിന്റ് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര തന്നെ? 1 lakh മീറ്റർ, അതായത് 100 കിലോമീറ്റേഴ്സ് തന്നെയാണ് എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പം എത്ര ലെങ്ത് ഉള്ള ബോഡിയും എത്ര ചെറിയ ബോഡി, എങ്ങനെയുള്ള ബോഡികളെ വേണമെങ്കിലും നമുക്കൊരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒറ്റ കണ്ടീഷൻ, അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്, അതിൻ്റെ സൈസ് വളരെ ചെറുതാണ് എങ്കിൽ അത്തരം ഓബ്ജക്റ്റുകളെ നമുക്കൊരു പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എർത്തിനെ വേണമെങ്കിലും നമുക്ക് പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറയാം. എർത്ത് സണ്ണ് ചുറ്റും റിവോൾവ് ചെയ്യുന്ന എർത്തിന്റെ ഓർബിറ്റിന്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ എർത്ത് എന്താണ്? ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മോഷൻ. മോഷനെ നമുക്ക് എങ്ങനെയെല്ലാം തരം തിരിക്കാം? മോഷനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ആയിട്ട് തരം തിരിക്കാം.
അത് മൂവ് ചെയ്യുന്ന രീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മോഷനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. അവിടെ ക്ലാസിഫിക്കേഷൻസ് 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് മോഷനെ തരംതിരിക്കാം. എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ എയിൽ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നു, എയിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇത്തരം മോഷനുകളെ വിളിക്കുന്ന പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ള മോഷനുകളെ വിളിക്കുന്ന പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. ഇത്തരം മോഷനുകളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു ആക്സിസ് മാത്രം മതി. അതാണ് ആ വേർഡിലുള്ളത്, 1 ഡയമെൻഷണൽ. ഒരു ആക്സിസ് മാത്രം മതിയാകുന്ന മോഷൻ. അതായത് നമുക്ക് ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാഫിൽ എക്സ് ആക്സിസ് മാത്രം വെച്ചുകൊണ്ട് ഇതിന്റെ ഓരോ പൊസിഷനും കാണിക്കാൻ പറ്റും. എക്സ് ആക്സിസ് മാത്രം എടുക്കുക, ഒറിജിൻ എ ആയിട്ട് എടുത്തിട്ട് ബാക്കി ഓരോ പൊസിഷൻ, ഓരോ ടൈമിൻ്റെ ഓരോരോ ഡിഫറെന്റ് പൊസിഷൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ആക്സിസ് ഉപയോഗിച്ച് ഇതിന്റെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം മോഷനുകളാണ് 1 ഡയമെൻഷണൽ മോഷൻ. സെക്കൻഡ് വൺ 2 ഡയമെൻഷണൽ മോഷൻ. എയിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് ബിയിലോട്ട് ഒരു ഇറഗുലർ പാത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്ത് വന്നതെങ്കിൽ, ഇങ്ങനെ ഒരു പാത്തിൽ കൂടിയാണ് ഇത് മൂവ് ചെയ്ത് വന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ആക്സിസ് കൊണ്ട് ഇതിന്റെ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പൊസിഷൻസ് ഒരു ആക്സിസ് വെച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് എത്ര ആക്സിസ് വേണം? എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. കാര്യം ഇതൊരു സർഫസിൽ കൂടെ, ഒരു പ്രതലത്തിൽ കൂടി മൂവ് ചെയ്യുന്നത് പോലെയാണ്. എക്സ് വൈ ഡയറക്ഷനിൽ, എക്സ് ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ട്, വൈ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ട്. ഇതിന്റെ കമ്പൈൻഡ് ഇഫക്റ്റ് ആണ്. അപ്പൊ ഇത്തരം മോഷനുകളാണ് 2 ഡയമെൻഷണൽ മോഷൻസ് എന്ന് പറയുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പം 2 ഡയമെൻഷണൽ മോഷൻ ഈസ് ദ മോഷൻ ഇൻ എ പ്ലെയിൻ. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ യൂസിങ് 2 ആക്സസ്. 2 ആക്സിസുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ മോഷനുകളെ റെപ്രസെന്റ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു കർവ്ഡ് റോഡിൽ കൂടിയുള്ള ഒരു കാറിന്റെ മോഷൻ, ഒരു ലേക്കിൽ കൂടിയുള്ള ഒരു ബോട്ടിന്റെ മോഷൻ, നിങ്ങൾ ബുക്കിനകത്ത് പേനയുടെ ടിപ്പിന്റെ മോഷൻ, ഇതെല്ലാം തന്നെ എന്താണ്? 2 ഡയമെൻഷണൽ മോഷൻസിന് എക്സാമ്പിളുകളാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ മോഷൻ. ഇപ്പൊ നിങ്ങൾ കൈവശം ഒരു ബട്ടർഫ്ലൈ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ആ ബട്ടർഫ്ലൈയുടെ മോഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. അത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പം അതൊരു സ്പേസിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അത് എയറിൽ കൂടെ, സ്പേസിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഇത്തരം മോഷൻ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ആക്സിസ് വേണം? 3 ആക്സിസുകൾ വേണം. അപ്പൊ 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ ഇൻ സ്പേസ്. അതായത് എന്താണ്? ഇഫ് ദ മോഷൻ ഓഫ് എ ബോഡി ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ യൂസിങ് 3 ആക്സസ്, then the motion is called 3 dimensional motion. That is motion in space. ഒരു ബട്ടർഫ്ലൈയുടെ മോഷൻ, ഒരു എയറോപ്ലെയിൻ്റെ മോഷൻ, ഇതെല്ലാം തന്നെ എന്താണ്? 3 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളുകളാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടെത്തി ഗ്രൂപ്പിൽ പറയുക. ഒരു ഫാൻ്റെ ലീഫിൻ്റെ റൊട്ടേഷൻ എടുത്താൽ, ഫാൻ്റെ ലീഫ് എയറിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. റൊട്ടേഷൻ ഓഫ് ദ ലീവ്സ് ഓഫ് ദ ഫാൻ, അത് 2 ഡയമെൻഷണൽ ആണോ 3 ഡയമെൻഷണൽ ആണോ? ഇത് രണ്ടിൽ ഏതായിരിക്കും ഒരു ഫാൻ്റെ ലീഫിൻ്റെ റൊട്ടേഷൻസ്? ക്ലിയർ? അപ്പം ഇന്നെടുത്ത് നമുക്കിപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കണ്ടന്റ് മതി. അപ്പം ഇന്നെടുത്ത ഈ ടോപ്പിക്കുകളിൽ എല്ലാം നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ എനിക്ക് ആൻസർ തരണം. ഓക്കെ, താങ്ക് യു.